സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂക്കോട് വെറ്റിനറി കോളേജിൽ 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ തുടരും. സസ്പെൻഷൻ പിൻവലിച്ച ഉത്തരവ് റദ്ദാക്കി. നടപടി ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്നെന്ന് വെറ്റിനറി സർവകലാശാല VC PC ശശീന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം VC സ്ഥാനം രാജിവെച്ചതായി PC ശശീന്ദ്രൻ അറിയിച്ചു. പുതിയ VCയെ ഇന്ന് നിയമിക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്നും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ VC പിൻവലിച്ചതിന് പിന്നാലെ തന്നെ വലിയ വിമർശനവുമായി ഗവർണർ രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പിന്നീടാണിപ്പോൾ VC ഈ 33 വിദ്യാർത്ഥികളെയും SFI വിദ്യാർത്ഥികളുടെയും സസ്പെൻഷൻ പിൻവലിച്ച നടപടി റദ്ദാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് VC എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? അപ്പം പുതിയ VC നിയമനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. ഈ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നതായുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തുടക്കം മുതൽ തന്നെ ഈ ആൾക്കൂട്ട വിചാരണയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ നടപടി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഇത്തരം വലിയ പ്രതിഷേധമുണ്ടായതിന്റെ ഫലമായി 90 വിദ്യാർത്ഥികളെ ഈ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിൽ 33 വിദ്യാർത്ഥികളെയായിരുന്നു ഇത്തരത്തിൽ VC ഈ ആന്റി റാഗിംഗ് സെല്ലിന്റെ നടപടിയെ റദ്ദ് ചെയ്തുകൊണ്ട് 33 വിദ്യാർത്ഥികളെ വീണ്ടും തിരിച്ചെടുത്തത്. ഇത്തരത്തിൽ ആന്റി റാഗിംഗ് സെൽ ഈ വിദ്യാർത്ഥികൾ ഈ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമാകുകയോ അതോടൊപ്പം ഇത് കണ്ടിട്ട് ഇത് അധികൃതരോട് പരാതിയായി പറഞ്ഞില്ല. അത്തരം കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഈ നടപടിയെ ചോദ്യം ചെയ്യുക എന്തായാലും ഈ VC തയ്യാറായി. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ ഇതിൽ പ്രധാന പ്രതികളെ ഉൾപ്പെട്ടിട്ടുള്ളവരെ സംരക്ഷിക്കാൻ VC ശ്രമം നടത്തിയത്. അതിനുശേഷം വലിയ 2 ദിവസം കൊണ്ട് തന്നെ വലിയ പ്രതിഷേധമുണ്ടായി. അതിൽ ഗവർണർ ഇടപെടുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു ഇന്നലെയോടെ തന്നെ ഈ 33 വിദ്യാർത്ഥികളുടെ 7 ദിവസത്തെ സസ്പെൻഷൻ കാലാവധി തുടരുവാൻ VC ഉത്തരവിറക്കിയത്. അതോടൊപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികളെ ഇതിൽ നടപടി കൂടുതൽ എടുക്കുവാനുള്ള സാഹചര്യവും VC ചൂണ്ടിക്കാട്ടുന്നു. അത്തരത്തിൽ വലിയ സാഹചര്യം നിൽക്കുന്നതിനിടയിലാണ് എന്തായാലും VC നിലവിൽ രാജിവെച്ചിരിക്കുന്നത്. VC ഗവർണറിന്റെ ഇടപെടലിനെ തുടർന്ന് രാജി സമർപ്പിച്ചിരിക്കുകയാണ്. KP ശ്രീജിത്ത്, ഈ ഗവർണറുടെ അതിശക്തമായ വിമർശനം, അതൃപ്തി, ഇതിന് പിന്നാലെ തന്നെയാണ് PC ശശീന്ദ്രൻ രാജിവെച്ചിരിക്കുന്നത്. അപ്പം ഈ നടപടികൾ റദ്ദാക്കിയ തീരുമാനം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പുതിയ VC നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ? KP ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഒരു VC ഉണ്ടായിരുന്നു. ആ VC ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്കെതിരെ നടപടിയെടുത്തില്ല. വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുന്ന വിവരം രക്ഷിതാക്കളെയോ അതോടൊപ്പം തന്നെ മരണശേഷം ഈ മരണം സംഭവിച്ചതായി രക്ഷിതാക്കളെയോ അറിയിച്ചിരുന്നില്ല. അതിനുശേഷമായിരുന്നു വലിയ പ്രതിഷേധത്തിന്റെ ഫലമായി ഗവർണർ ആവശ്യപ്പെട്ടതിന്റെ ഫലമായി തന്നെ മുൻ VC ആയിരുന്ന ആ കോളേജിൽ ഈ സംഭവം നടക്കുമ്പോൾ VC ആയിരുന്ന ശശീന്ദ്രൻ രാജിവെച്ചിരുന്നു. അതിനുശേഷമായിരുന്നു പുതിയ VC ആയി മറ്റൊരു ശശീന്ദ്രൻ വരുന്നത്. എന്നാൽ ആ പുതിയ VCയും ഇത്തരത്തിൽ സർക്കാരിന് അനുകൂലമായി പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇത്തരത്തിൽ ഈ ആൾക്കൂട്ട വിചാരണയിൽ പങ്കെടുക്കുക, അതോടൊപ്പം തന്നെ ഈ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായ കാര്യങ്ങൾ ഈ പോലീസിനോ അതോടൊപ്പം തന്നെ ആന്റി റാഗിംഗ് സെല്ലിനോ മൊഴി നൽകാത്ത മറ്റു കുട്ടികൾക്ക് നേരെയും ഇത്തരത്തിൽ നടപടി എടുത്തിരുന്നു. എന്നാൽ ആ വിദ്യാർത്ഥികളെ ആന്റി റാഗിംഗ് സെല്ലിന്റെ നടപടിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു പുതിയ VCയുടെയും പ്രവർത്തനമുണ്ടായത്. അതിനുശേഷമായിരുന്നു ഗവർണറിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുകയും ഈ പുതിയ VCയുടെ രാജി ചോദിച്ചതായി തന്നെയാണ് ശശീന്ദ്രൻ പറയുന്നത്. ഗവർണർ തന്റെ രാജി ചോദിച്ചു, അതിനാൽ താൻ രാജിവെക്കുന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്ക് പോകുന്നതായി ശശീന്ദ്രൻ പറയുന്നു. അത്തരത്തിൽ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും പുതിയ VCയെ ഇന്ന് തന്നെ ഗവർണർ നിയമിക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം.